അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 20-ാം നൂറ്റാണ്ട് കണ്ട രണ്ട് പ്രധാനപ്പെട്ട തത്വചിന്തകരാണ് അല്ലാമ ഇഖ്ബാലും മൗലാന മൗദൂദിയും. ഇവരുടെ ചിന്തകളിലും ജീവിതത്തിലും നിരവധി സാദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇരുവരും രണ്ട് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ കടന്നു പോയവരാണ്. അല്ലാമ ഇഖ്ബാൽ ഒരു സാധാരണ നാഷണലിസ്റ്റ് എന്ന രീതിയിൽ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് കരുതി വെച്ച ഒരാൾ യൂറോപ്യൻ പര്യടനത്തിന് ശേഷം യൂണിവേഴ്സലിസ്റ്റ് പെർസ്പെക്റ്റീവ്, ഒരു ആഗോള തലത്തിലുള്ള ഉമ്മ എന്ന രീതിയിൽ വിഷയത്തെ കാണാനും രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുപോലെ കൂടുതൽ ഒരു മുസ്ലിം ഫോക്കസ്ഡായ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുവാനും അദ്ദേഹത്തിന് രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞു. ഇതേ രീതി തന്നെ മൗലാന മൗദൂദിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം 1930 വരെയെങ്കിലും 35-37 വരെയെങ്കിലും മൗലാന മൗദൂദിയുടെ നിരീക്ഷണങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായി, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം നാഷണലിസത്തെയും ഡെമോക്രസിയെയും ശക്തമായി തിയറിറ്റിക്കലി തന്നെ വിമർശിച്ച മൗലാന മൗദൂദി പാകിസ്ഥാൻ രൂപീകരണത്തിന് ശേഷം അവിടെ എത്തിപ്പെട്ടതിന് ശേഷവും അദ്ദേഹം ഒരു സ്റ്റേറ്റ് ഫോക്കസ്ഡായ നാഷണലിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ ഒരു ഇസ്ലാം നാഷണൽ സ്റ്റേറ്റ് കൺസെപ്റ്റിലേക്ക് തിയറി രൂപീകരിക്കുകയും സ്റ്റേറ്റിക് സെൻട്രിക്കായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കൂടാതെ ഭരണഘടനാ പരിഷ്കാരവും വിവിധ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരു നാഷണലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിൽ കൂടി ചേർത്ത് വായിക്കുവാൻ കഴിയും. ഈ രണ്ട് ഘട്ടങ്ങളിൽ അബുൽ മൗദൂദിയും അതുപോലെ തന്നെ അല്ലാമ ഇഖ്ബാലും വേറിട്ട് നിൽക്കുന്നതും ചില മാനങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക മതപരമായ തന്നെ മാനങ്ങളിൽ വേറിട്ട് നിൽക്കുന്നതായും ചില സാഹചര്യങ്ങളിൽ അവർ ഒരുപോലെ ചിന്തിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അല്ലാമ ഇഖ്ബാൽ 1877 ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം 1938 സംഭവിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സാമൂഹിക രാഷ്ട്രീയ മതപരമായ അതുപോലെ തന്നെ തിയോളജിക്കലായ ചർച്ചകൾ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഇദ്ദേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം ഒരു കവി എന്ന നിലയിലും പ്രോസ് എന്നത് വളരെ കുറവാണെങ്കിലും കവിതകളിലൂടെ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചും ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിനെ കുറിച്ചും അതുപോലെ തന്നെ ആന്റി ഇമ്പീരിയലിസ്റ്റ് കൊളോണിയലിസ്റ്റ് ആക്ടിവിസത്തിലെല്ലാം വളരെ ശ്രദ്ധേയമായ സ്വാധീനം ഉറപ്പിച്ച ആളാണ് അല്ലാമ ഇഖ്ബാൽ. അദ്ദേഹത്തിൻ്റെ സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര പോലുള്ള കവിതകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകളിലെ നാഷണലിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിനെ വ്യക്തമാക്കി തരുന്ന കാര്യങ്ങളാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു കോൺഗ്രസ് കേന്ദ്രീകൃത ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായും കോൺഗ്രസിൻ്റെ കൂടെ തന്നെ ഒരു തരത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമീപനം ഉണ്ടായിരുന്ന ആൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി തന്നെ അല്ലാമ ഇഖ്ബാലും പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ത്യയിലെ മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് അബുൽ കലാം ആസാദ് അടക്കമുള്ള ഹുസൈൻ അഹമ്മദ് മദനി അടക്കമുള്ള ആൾക്കാരൊക്കെ ദേശീയ രാഷ്ട്രീയ പ്രാതിനിധ്യം എന്ന നിലയിൽ കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ അല്ലാമ ഇഖ്ബാലും പിന്നീട് മുഹമ്മദ് അലി ജിന്നയുമെല്ലാം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. 1930 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായി അല്ലാമ ഇഖ്ബാൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 30കളിലെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്ത ഒരു സെപ്പറേറ്റ് മുസ്ലിം പ്രൊവിൻഷ്യൽ ഭരണത്തെക്കുറിച്ചുള്ള വർത്തമാനം അദ്ദേഹം ആ കാലഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്തതാണ്.
മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് അതിർത്തികളിൽ നിന്ന് വേർപെടുത്തി ഒരു വ്യത്യസ്ത സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നതിൻ്റെ അപ്പുറം സ്റ്റേറ്റ് വിത്തിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പോലുള്ള ഒരു പ്രൊവിൻഷ്യൽ ഭരണ സംവിധാനത്തിനെ കുറിച്ചിട്ടുള്ള ചിന്തയാണ് അല്ലാമ ഇഖ്ബാൽ 1939 ഡിസംബർ 29 നടന്ന 1930 ഡിസംബർ 29 നടന്ന ഈ ലീഗിന്റെ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ചിന്ത. ആ ചിന്തകളിലും പിന്നീടുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകളിലുമെല്ലാം ഈ ഒരു മുസ്ലിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ ഓട്ടോണോമിയെ കുറിച്ചിട്ടുള്ള വർത്തമാനങ്ങൾ മുഴച്ചു നിൽക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഇത് ഒരു ഇന്ത്യ വിഭജിക്കുന്ന ഒരു ചർച്ചയെക്കുറിച്ചല്ല. സാധാരണ ആർ എസ് എസിന്റെ ചിന്ത പേറുന്ന പല സാംസ്കാരിക ബുദ്ധിജീവികളുമെല്ലാം അല്ലാമ ഇഖ്ബാൽ തന്നെയാണ് നാഷൻ ഒരു ഇന്ത്യ സബ് കോണ്ടിനെന്റിനെ ഈ ഡിവിഷനിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്ന ഒരു മുസ്ലിം നേതാവ് എന്ന രീതിയിൽ വായിക്കുന്ന ഒരു വായന നമുക്കറിയാം. പക്ഷെ മൗലാന അല്ലാമ ഇഖ്ബാലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുമെല്ലാം ഈ ഒരു ചിന്ത മുന്നോട്ട് വെച്ചത് അന്നത്തെ സംഘർഷകലുഷിതമായ കലാപങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് കൂടുതൽ സെക്യൂർഡായ ഒരു ഭൂമി ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഒരു പ്രൊവിൻഷ്യൽ ഭരണകൂടത്തിന്റെ വർത്തമാനം മുന്നോട്ട് വെക്കുകയാണ് അല്ലാമ ഇഖ്ബാൽ പൊളിറ്റിക്കൽ തിയറി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ഇത് പറയുമ്പോൾ പോലും ഒരു ഹിന്ദു വിരുദ്ധ ചിന്തയുടെ ഭാഗമായിട്ടായിരുന്നില്ല. ഹിന്ദുക്കളോടും ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ പിൽക്കാല രചനകളിലെല്ലാം അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, എ കമ്മ്യൂണിറ്റി വിച്ച് ഈസ് ഇൻസ്പയർഡ് ബൈ ഫീലിംഗ് ഓഫ് ഇൽ വിൽ ടുവാർഡ്സ് അതർ കമ്മ്യൂണിറ്റീസ് ഈസ് ലവ് ആൻഡ് ഇഗ്നോബിൾ. അതായത് മറ്റൊരു കമ്മ്യൂണിറ്റിയോട് വളരെ വൈരാഗ്യവും വിരുദ്ധതയും ദേഷ്യവും നിറഞ്ഞ ഫീലിംഗ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി അത് വളരെ താഴ്ന്ന ഒരു മാന്യതയും ഒരു മഹത്വമില്ലാത്ത കമ്മ്യൂണിറ്റിയാണ് എന്ന രീതിയിലൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിന്റെ ഒരു മുസ്ലിം പൊളിറ്റിക്സ്, മുസ്ലിം നാഷണലിസം എന്നൊക്കെ പിന്നീട് വിശദീകരിക്കപ്പെട്ട ഈ ചിന്തകളിലെല്ലാം ഇതര കമ്മ്യൂണിറ്റികളോടും വിഭാഗങ്ങളോടും വൈരാഗ്യത്തിൽ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന നാഷണലിസം ആയിരുന്നില്ല അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ചിന്തകളിൽ കൂടി കടന്നു പോകുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. സ്വാഭാവികമായും ഈ നാഷണലിസത്തെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. നാഷണലിസം ടെറിട്ടറി കേന്ദ്രീകൃത നാഷണലിസമാണ്. അതുപോലെ തന്നെ അത് പലപ്പോഴും ഭാഷ, റേസിന്റെ അടിസ്ഥാനത്തിലൊക്കെ രൂപപ്പെടാം, മതകീയ വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടാം. ഇങ്ങനെയൊക്കെ രൂപപ്പെടുമ്പോൾ പോലും അതൊക്കെ ഒരു യൂറോപ്യൻ പ്രൊഡക്റ്റായി മാത്രമാണ് മാറുന്നത്. അതൊരിക്കലും അവിടെ ഈക്വാലിറ്റിയും അതുപോലെ ബ്രദർഹുഡും ഇസ്ലാം പഠിപ്പിക്കുന്ന ഈക്വാലിറ്റിക്കും ബ്രദർഹുഡിനും നേരെ എതിരാണ് ഈ തരത്തിലുള്ള നാഷണലിസം എന്ന് അല്ലാമ ഇഖ്ബാലിന്റെ ചിന്തകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അദ്ദേഹം ഈ ഒരു മുസ്ലിം പ്രൊവിൻഷ്യൽ ഏരിയനെ കുറിച്ച് പറയുമ്പോൾ പഞ്ചാബ്, നോർത്ത് വെസ്റ്റ് റീജിയൻ, ഇന്ത്യയുടെ തന്നെ നോർത്ത് വെസ്റ്റ് റീജിയൻ, പഞ്ചാബ്, സിന്ധ്, ബലൂചിസ്ഥാൻ അടക്കമുള്ള ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള മുസ്ലിം ബഹുഭൂരിപക്ഷമായി താമസിക്കുന്ന ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രൊവിൻഷ്യൽ ഭരണ സംവിധാനമാണ് അല്ലാമ ഇഖ്ബാൽ മുന്നോട്ട് വെച്ചത്. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ പോലും ഹിന്ദുക്കൾക്കൊരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആ രീതിയിലല്ല ഇത് രൂപപ്പെടുന്നത്. ഇത് ബ്രദർഹുഡിന്റെയും ഈക്വാലിറ്റിയുടെയും അണ്ടർസ്റ്റാൻഡിംഗ് രൂപപ്പെടുന്ന ഒരു ഭരണ സംവിധാനമാണ് എന്ന് അദ്ദേഹത്തിന്റെ സ്പീച്ചുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ കൂടെ തന്നെ അദ്ദേഹം ഇസ്ലാമിനെ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം ഒരു ചർച്ചായിട്ടല്ല. കാരണം അന്ന് സെക്യുലറിസം, ഈ ഡെമോക്രസി പോലുള്ള പുതിയ വെസ്റ്റേൺ ആശയങ്ങൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പോയിന്റ്, മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതോട് തിയോക്രസി രൂപപ്പെടുകയും അത് ചർച്ചിന്റെ ആധിപത്യത്തിലേക്ക് വരികയും ബാക്കിയുള്ള ഭരണകൂടങ്ങളെല്ലാം ചർച്ച് പറയുന്ന രീതിയിലുള്ള പാപ്പൽ അതോറിറ്റിയുടെ ഒരു സർവീയന്റ് ആയിട്ട് അനുസരിക്കുന്ന ഒബീഡിയന്റ് മാറുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നത് ശരിയാവുകയില്ല എന്നൊരു നിരീക്ഷണം അവർ അക്കാലത്ത് യൂറോപ്യൻ ഭാഗത്ത് കൂടുതൽ പോപ്പുലറായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചർച്ച് ആൻഡ് സ്റ്റേറ്റ്, ഒരു സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചിന്ത യൂറോപ്യൻ ഭാഗത്തെല്ലാം വളരെ പ്രകടമായിരുന്നു. ഈ ഒരു സാഹചര്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലാമ ഇഖ്ബാൽ പറയുന്ന ഒരു കാര്യം, ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച് സ്റ്റേറ്റ്, അതായത് മസ്ജിദും ഭരണവും തമ്മിൽ, അധികാരവും തമ്മിൽ യാതൊരു വേർതിരിവുമില്ല. റൂസോയൊക്കെ മുന്നിൽ പറഞ്ഞതുപോലെ തന്നെ അതിനേക്കാളും മുമ്പേ
ഈ യൂറോപ്യൻ ചിന്തകരും അല്ലെങ്കിൽ യൂറോപ്യൻ ചിന്തകരടക്കമുള്ള ആൾക്കാർ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിനെ കുറിച്ചും ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറികളൊക്കെയും ലൂക്ക് ഹോബ്സ് പോലുള്ള ആൾക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പേ തന്നെ ഇസ്ലാം ഈ ഒരു തിയറിയെ സമൂഹവും മനുഷ്യനും സമൂഹവും രാഷ്ട്രവും ഒന്നിച്ചു പോവേണ്ടതാണ്, ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ രൂപീകരണം അനിവാര്യമാണ്, ഫോർമേഷൻ ഓഫ് ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഫോർമേഷൻ അനിവാര്യമാണെന്നൊക്കെ എന്ന് അല്ലാമ ഇഖ്ബാൽ പ്രോഫറ്റിക് പീരീഡ് പറഞ്ഞ് വിശദീകരിച്ചു കൊണ്ട് തന്നെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ഹ്യൂമൻ ബീങ്ങിനെ സ്പിരിച്വലായിട്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുള്ളത് പോലെ തന്നെ ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെ മസ്ജിദാണ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി സ്പിരിച്വലായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ രൂപപ്പെടേണ്ട ഭരണ സംവിധാനവും ആ ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ഡെമോക്രസി ആവണം ഉണ്ടാവേണ്ടത് എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഡെമോക്രസീനെ പോലും തിയറിറ്റിക്കൽ അദ്ദേഹം വിമർശിക്കുന്നെങ്കിൽ പോലും ഡെമോക്രാറ്റിക് വാല്യൂസിനെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവം അല്ലാമ ഇഖ്ബാലിൻ്റെ ചിന്തകളിൽ നമുക്ക് കൂടുതൽ പ്രകടമാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് 1932 മാർച്ച് 22 അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ആനുവൽ സെക്ഷനിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ ഈ പറഞ്ഞ ചിന്തകളുടെ ഒരു റിപ്പീറ്റേഷനും ആവർത്തനവും കൂടി നമുക്ക് കാണുവാൻ കഴിയും. അതും കൂടാതെ 1934 അദ്ദേഹം എഴുതിയ റീകൺസ്ട്രക്ഷൻ ഓഫ് റിലീജിയസ് തോട്ട് ഇൻ ഇസ്ലാം എന്ന വളരെ അതിപ്രധാനമായ അദ്ദേഹത്തിൻ്റെ പ്രോസ്, അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ ഇസ്ലാമിക ഭരണ രീതികളെക്കുറിച്ചും സമൂഹത്തിൻ്റെ റീകൺസ്ട്രക്ഷനെ കുറിച്ചും റിഫോമിനെ കുറിച്ചും കൂടുതൽ ഊന്നി പറയുന്നത് നമുക്ക് ആ രചനയിൽ കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ ഒരു സാമൂഹിക പരിവർത്തനത്തെ അദ്ദേഹം കാണുന്നത് വ്യക്തി, സമൂഹം, ദേശം എന്ന രീതിയിലുള്ള ഒരു ബോട്ടം അപ്പ് തിയറിയാണ് അല്ലാമ ഇഖ്ബാലും അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ കൂടി മുന്നോട്ട് വെക്കുന്നത്. അത് ഈ പരിവർത്തനം രൂപപ്പെടേണ്ടത് ഇസ്ലാമിൻ്റെ തന്നെ അടിസ്ഥാന സ്രോതസ്സുകളായ ഖുർആൻ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാവണം എന്ന് അല്ലാമ ഇഖ്ബാൽ ഈ ഒരു സാമൂഹിക സോഷ്യൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുള്ള ചിന്തകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കമ്മ്യൂണിറ്റി അത് സമൂഹത്തിലുണ്ടാവുന്ന അനാർക്കിയെ മാറ്റിക്കൊണ്ട് സമൂഹത്തിൽ ക്രമം രൂപപ്പെടുത്തേണ്ടതാണ്. വുലുമാത്തിൽ നിന്ന് അത് നൂർ, അതായത് പ്രകാശം, അതിൻ്റെ കൂടെ തന്നെ ക്രമം, അതിൽ എന്ന രീതിയിലുള്ള ഒരു ക്രമം രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ സമൂഹം ഒരു മോഡൽ സൊസൈറ്റിയായി മാറേണ്ടത് അനിവാര്യമാണ് എന്നൊക്കെ അക്രമത്തിൽ നിന്ന് ക്രമത്തിലേക്കും അനാർക്കിയിൽ നിന്ന് സന്തുലിതമായ ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്കും അതുപോലെ തന്നെ ഉമ്മത്തൻ വസത്തൻ എന്ന നിലയിൽ ഒരു മോഡൽ സൊസൈറ്റിയിലേക്കും ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം പരിവർത്തിക്കപ്പെടേണ്ടതാണ് എന്ന് അല്ലാമ ഇഖ്ബാലിൻ്റെ ചിന്തകളിൽ നമുക്ക് കൂടുതൽ കാണുവാൻ കഴിയും. ഈ ചിന്തകളെല്ലാം അദ്ദേഹം സ്വാഭാവികമായും കേന്ദ്രീകരിക്കുന്നത് തൗഹീദ് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭത്തിലേക്കാണ്. എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഒരൊറ്റ ദൈവം എന്ന നിലയിൽ മനുഷ്യന്മാരെല്ലാവർക്കും ഇടയിൽ ഉണ്ടാവുന്ന ഒരു ബ്രദർഹുഡും ഈക്വാലിറ്റിയും അദ്ദേഹം ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ തൗഹീദ് എന്നതുകൊണ്ട് തന്നെ ഒരു സാമൂഹിക രാഷ്ട്രീയ സോഷ്യൽ പൊളിറ്റിക്കൽ ഓർഡറിൽ സ്വാഭാവികമായും അവിടെ ഒരു തരത്തിലുമുള്ള ഒരു സെപ്പറേഷൻ ഓഫ് ചർച്ച് ആൻഡ് സ്റ്റേറ്റ് എന്ന രീതിയിൽ ചർച്ച തന്നെ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ചർച്ചകളിൽ സമൂഹത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് റോൾ മോഡലായി മാറേണ്ടതിൻ്റെ വിശദീകരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സമൂഹത്തിൽ വളരെ അനിവാര്യമായി ഉണ്ടാവേണ്ട റീകൺസ്ട്രക്ഷനെ കുറിച്ച് അദ്ദേഹം കൂടുതൽ വിശാലമായി സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. റീകൺസ്ട്രക്ഷൻ വളരെ അനിവാര്യമാണ്, പക്ഷേ അത് പണ്ഡിതന്മാരുടെ തന്നെ സഹവർത്തിത്വത്തോടുകൂടി അവരുടെ സഹായത്തോടും അവരുടെ നേതൃത്വത്തോടും കൂടി തന്നെയാണ് ഇതുണ്ടാവേണ്ടത്. ഇത് അല്ലാമ ഇഖ്ബാലിനെ മോഡേണിസ്റ്റ് മുസ്ലിം എന്ന് വിളിക്കപ്പെടുന്ന പദത്തിൽ നിന്നും ആശയ തലത്തിൽ നിന്നും അല്ലാമ ഇഖ്ബാലിനെ വേറിട്ട് നിർത്തുന്നത് ഈ ഒരു ഭാഗത്താണ്. പൊതുവേ മുസ്ലിം മോഡേണിസം എന്നോ ഇസ്ലാമിക് മോഡേണിസം എന്നോ വിളിക്കപ്പെടുന്ന ചിന്ത വഹിക്കുന്ന ആൾക്കാരെല്ലാം മുസ്ലിം സൊസൈറ്റിയിലെ സാമ്പ്രദായിക പണ്ഡിതന്മാരുടെ കോൺട്രിബ്യൂഷൻസിനെ, അവരുടെ സംഭാവനകളെ അവജ്ഞയോടുകൂടി കാണുന്ന ഒരു സാഹചര്യവും അന്നുണ്ടായിരുന്നു.
പക്ഷേ അല്ലാമ ഇഖ്ബാൽ ഒരു സമൂഹത്തിന്റെ പരിവർത്തനത്തിന് സാമ്പ്രദായിക ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന ഉലമാക്കളുടെയും സാന്നിധ്യം അനിവാര്യമാണ് എന്ന് തന്നെ വിശ്വസിക്കുകയും അത് പ്രായോഗികവൽക്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളും കൂടിയാണ്. അല്ലാമ ഇഖ്ബാൽ റീകൺസ്ട്രക്ഷനെ കുറിച്ചും സമൂഹത്തിന്റെ പരിവർത്തനത്തെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഇജ്തിഹാദ് പ്രധാനമായും എടുത്തു പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുവരെ സ്വാഭാവികമായും 18, 19, 20 നൂറ്റാണ്ടുകളുടെ തുടക്കത്തിലെല്ലാം, പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ട് തുടക്കത്തിലെല്ലാം ഇജ്തിഹാദ് എന്ന് പറയുന്നത് ഡോർ അടയപ്പെട്ട ഒരു ഭാഗം എന്ന നിലയിൽ കാണുമ്പോൾ ഇജ്തിഹാദിന്റെ ഒരു പുനരുജ്ജീവനം, ഒരു തജ്ദീദ് ആവശ്യമായി വന്നിരിക്കുകയാണ്. അതില്ലാതെ മുസ്ലിം സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഒരു വിശ്വാസിയുടെ സ്വാഭാവികമായ സാമൂഹിക ജീവിതത്തിൽ നിന്ന് തുടങ്ങി ഒരു രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗത്തേക്ക് പോലും ഇജ്തിഹാദ് അനിവാര്യമാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇജ്തിഹാദിന്റെ പ്രധാന ഘടകമായ ഇജ്മാഇനെ കുറിച്ച് അദ്ദേഹം വളരെ വിപ്ലവാത്മകമായ ചിന്ത മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇജ്മാ എന്ന് പറയുന്നത് സാധാരണ ഉസൂൽ ഫിഖ്ഹി കിതാബുകളിലും മുസ്ലിം സാമ്പ്രദായിക വൈജ്ഞാനിക ഫിഖ്ഹി വ്യവഹാരങ്ങളിലുമെല്ലാം കാണുന്നത് പണ്ഡിതന്മാരുടെ, ഉലമാക്കളുടെ ഒരു കൂട്ടം, അവരുടെ ഒരു അഭിപ്രായ ഐക്യം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാമ ഇഖ്ബാൽ മുന്നോട്ട് വെക്കുന്നത് അത് മുസ്ലിം സൊസൈറ്റിയിൽ ഏത് വിഷയത്തിലാണോ ഒരു ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത് ആ വിഷയത്തിൽ വിൽപ്പൃത്തിയുള്ളവരുടെ ഒരു അസംബ്ലി എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു നാഷണൽ ഒരു ലെജിസ്ലേറ്റർ എന്ന രീതിയിലേക്ക് അദ്ദേഹം അതിനെ ഒരു വിശാലമാക്കുന്നുണ്ട് ഇജ്മാ എന്ന ചിന്തയെ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ഫിഖ്ഹി വിഷയമാവട്ടെ, ഇസ്ലാമിന്റെ തന്നെ സാമൂഹിക ചിന്തകളാവട്ടെ, ട്രഡീഷണൽ കൺസെപ്റ്റിൽ നിന്ന് ഒരു മോഡേൺ, ഒരു കാലികമായ വായനയിലേക്ക് അദ്ദേഹം കൊണ്ടെത്തിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ചിന്തകൾ മോഡേണിറ്റി ആവട്ടെ, നാഷണലിസം ആവട്ടെ, ഡെമോക്രസി എല്ലാം അത് ഒരു വെസ്റ്റേൺ സെൻട്രിക്കായ ചിന്തകളാണെങ്കിൽ പോലും അത് മുസ്ലിം സൊസൈറ്റിക്ക് അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. അത് സാഹചര്യം ഒരുങ്ങി വരുമ്പോഴാണ് അങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അതിന് കൂടാതെ ഈ നാഷണലിസത്തിനേക്കാളും അപ്പുറം അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഉമ്മ എന്നുള്ള ഒരു കൺസെപ്റ്റിനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാമ ഇഖ്ബാലിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. ഒന്ന്, ആദ്യം വളരെ നാഷണലിസ്റ്റിക്കായി ജീവിച്ച ഒരു മനുഷ്യൻ, ഒരു ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് വർത്തമാനം പറഞ്ഞ ഒരു മനുഷ്യൻ, പിന്നെ ഒരു മുസ്ലിം ദേശീയതയെക്കുറിച്ച്, മുസ്ലിങ്ങളുടെ ദേശീയത എന്നതിൻ്റെ അപ്പുറം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ടുഗദർനെസ്, ഒരു ഐക്യം, ഏകത, ഒരു ലോക ഇസ്ലാമിക ചലനങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധം നിലനിർത്തുക, അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങൾക്ക് റൂട്ട് ഉണ്ടാക്കുക, അതിനെ വിശാലമാക്കുക, ഇസ്ലാമിക രാഷ്ട്രീയ ചിന്തകൾ പൊതുജനങ്ങളിലേക്ക് എത്തുക, അതിന് പ്രോസും പോയട്രിയും ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ തീവ്രമായ ശ്രമങ്ങളും പ്രസംഗങ്ങളുമെല്ലാം പിന്നീട് അദ്ദേഹത്തിന്റെ യൂറോപ്യൻ പര്യടനത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നമുക്ക് കൂടുതൽ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ രണ്ടാം ഘട്ടത്തിലാണ് അദ്ദേഹം കൂടുതൽ ഉമ്മ എന്ന കൺസെപ്റ്റിനെ കുറിച്ച്, ഒരു എല്ലാ തരത്തിലുമുള്ള നാഷണലിസ്റ്റിക് ബാരിയറിനെയും ബാരിക്കേഡുകൾക്കെയും ടെറിട്ടറി ലിമിറ്റിനുമെല്ലാം കടന്നുകൊണ്ട് ഒരു എത്തിക്കൽ, റേഷ്യൽ, നാഷണൽ ബൗണ്ടറികളെല്ലാം മുറിക്കുന്ന തരത്തിലുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച്, ഉമ്മ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ പാൻ ഇസ്ലാമിക് ചിന്തയുടെ ഒരു ഭാഗമായി അദ്ദേഹം അത് പരിവർത്തിച്ച് എടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ഓർഡർ സൃഷ്ടിച്ച ആളാണ്, ക്രിയേറ്റ് ചെയ്ത ആളാണ്. അത് നിലനിർത്തുകയും അദ്ദേഹത്തിന് ശേഷം ഖുലഫാഉർ റാഷിദ അത് കൊണ്ട് നടന്നതുമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു മുസ്ലിം ഇൻഡിവിജ്വൽ എന്ന തലത്തിൽ ഈ ഒരു ഭരണ സംവിധാനത്തിന്റെ ഒരു ആവശ്യകത അനിവാര്യമാണ്. മുസ്ലിം പൊളിറ്റിക്കൽ അതോറിറ്റിയും മുസ്ലിം പൊളിറ്റിക്കൽ ഓട്ടോണോമിയും അനിവാര്യമാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിന്റെ വിശാലമായ വായന എല്ലാത്തിനെയും കോംപ്രഹെൻസീവായി, ഷുമൂലിയായി ഒന്നിച്ച് മനസ്സിലാക്കേണ്ട, ഒന്നിച്ച് വായിക്കേണ്ട, ഒന്നിച്ച് ഗ്രഹിക്കേണ്ട ആവശ്യകത അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് റിജക്ഷൻ ഓഫ് വൺ
ഇതിലെ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ വായനയിൽ ഏതെങ്കിലും ഒന്നിനെ റദ്ദ് ചെയ്യുന്നത് മറ്റ് വായനയും കൂടി റദ്ദ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ പറയുന്നുണ്ട്. ഈ അല്ലാമ ഇഖ്ബാലിൻ്റെ ചിന്തകളോട് ഏറെക്കുറെ ഒരു സിമിലറായ ചിന്തകളാണ് മൗലാന മൗദൂദിയുടെ ചിന്തകളിൽ ഉണ്ടാവുന്നത്. 1903 ജനിക്കുകയും 1979 മരണമടയുകയും ചെയ്ത പണ്ഡിതനാണ് അല്ലാമ മൗദൂദി. അല്ലാമ മൗദൂദിയും അല്ലാമ ഇഖ്ബാലിൻ്റെയും ജീവിതത്തിൽ ഒരുപാട് ക്രോസ് ഓവറുകൾ നമുക്ക് കാണുവാൻ കഴിയും. രണ്ട് ഘട്ടത്തിൽ അല്ലാമ ഇഖ്ബാലും അതുപോലെ തന്നെ അല്ലാമ മൗദൂദിയും നേരിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. ഒന്ന്, വൈജ്ഞാനികമായ ഒരു യാത്രയിൽ അല്ലാമ മൗദൂദിയുടെ രചനകൾ, അദ്ദേഹത്തിൻ്റെ ജിഹാദിനെ കുറിച്ചുള്ള രചനകൾ അന്ന് തർജുമാലും ജമയത്തിൻ്റെ വാരികൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് നേരിട്ടറിയുകയും അതിൽ കൂടുതൽ ഇൻസ്പയർഡ് ആയി അല്ലാമ ഇഖ്ബാൽ മാറുന്നുണ്ട്. 1927 ആ ഒരു പശ്ചാത്തലത്തിൽ അല്ലാമ ഇഖ്ബാൽ പഠാൻകോട്ട് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ നിയാസ് അലി വഖഫ് ചെയ്ത ഒരു ഭൂമിയിൽ ദാറുൽ ഉലൂം എന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുകയും ഒരു ഇസ്ലാമിക നവജാഗരണ ചിന്തയ്ക്ക് തുടക്കമിടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനം രൂപീകരിക്കുക എന്നുള്ള ഒരു ചിന്ത മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളെ അന്വേഷിച്ച് അവസാനം ചെന്നെത്തുന്നത് സ്വാഭാവികമായും ചെറുപ്പക്കാരനായ തന്നെ യുവാവായ അല്ലാമ മൗദൂദിയിലേക്കാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുകയും ഇങ്ങനെ അല്ലാമ മൗദൂദി ദാറുൽ ഉലൂം എന്നതിനെ ദാറുൽ ഇസ്ലാം എന്ന പേര് മാറ്റുകയും അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യുന്നത്. ഈ കണ്ടുമുട്ടൽ, ഇവർ തമ്മിലുള്ള ഇടപെടലുകളും അത് ദാറുൽ ഇസ്ലാം എന്ന സ്ഥാപനവും പിന്നീട് അത് വളർന്ന് വികസിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു ബന്ധമാണ് ഒരു പേഴ്സണലി ബന്ധമായി നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ അതിൻ്റെ അപ്പുറം ഇവർ രണ്ടുപേരുടെയും ചിന്തകൾ, ഒരു മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഇവർ രണ്ടുപേരുടെയും ചിന്തകളിലുണ്ട്. ബോട്ടം അപ്പ് തിയറി എന്ന നിലയിൽ വ്യക്തി, സമൂഹ, ദേശ, രാഷ്ട്ര വളർച്ചയെക്കുറിച്ചുള്ള അല്ലാമ ഇഖ്ബാലിൻ്റെ ചിന്തകൾ മൗലാന മൗദൂദിയുടെ ചിന്തകളുമായി തന്നെ കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായി കാണുവാൻ കഴിയും. അല്ലാമ ഇഖ്ബാലിൻ്റെ പോയട്രികളിൽ അദ്ദേഹം മുസ്ലിം സൊസൈറ്റിയുടെ പരിവേദനങ്ങളും ആവലാതികളും വേദനകളും പങ്കുവച്ചപ്പോൾ അല്ലാമ മൗദൂദി അദ്ദേഹത്തിൻ്റെ പ്രോസിലൂടെയും ഗദ്യങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും മുസ്ലിം സൊസൈറ്റിയുടെ വേദനകൾ പങ്കുവെക്കുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയും. അല്ലാമ ഇഖ്ബാൽ നാഷണലിസത്തെയും ഡെമോക്രസിയെയും വെസ്റ്റേൺ ഐഡിയകളെയും ക്രിട്ടിക്കലായി സമീപിക്കുന്ന അതേ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതേ സ്കെയിലിൽ തന്നെ മൗലാന മൗദൂദിയും ഈ വെസ്റ്റേൺ ആശയങ്ങളെ എതിർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഡെമോക്രസിയെ ഡെമോക്രാറ്റിക് വാല്യൂവിലെ അതിൻ്റെ നല്ല ഗുണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് സ്പിരിച്വൽ ഡെമോക്രസി എന്നുള്ള ആശയം മൗലാന അല്ലാമ ഇഖ്ബാൽ മുന്നോട്ട് വെക്കുമ്പോൾ അതേ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ മൗലാന മൗദൂദി തിയോ ഡെമോക്രസി എന്ന നിലയിൽ ഇസ്ലാമിൻ്റെ, അള്ളാഹുവിൻ്റെ, ശരീഅത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സുപ്രീമസി ചേർത്തുകൊണ്ട് ഡെമോക്രാറ്റിക് വാല്യൂസിനെ അംഗീകരിച്ചുകൊണ്ട് തിയോ ഡെമോക്രസി എന്നുള്ള പദവും അല്ലാമ മൗദൂദി മുന്നോട്ട് വെക്കുന്നത് കാണുവാൻ കഴിയും. സ്വാഭാവികമായും തിയോക്രസീനെ ശക്തമായി എതിർത്ത ആളാണ് അല്ലാമ ഇഖ്ബാൽ. അതുകൊണ്ട് തന്നെയാണ് ചർച്ച് എന്നുള്ള സംവിധാനം ഇസ്ലാമിലില്ല എന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതേ സമയം തന്നെ ഇസ്ലാമിൻ്റെ, ശരീഅത്തിൻ്റെ, ഖുർആന്റെയും സുന്നത്തിൻ്റെയും മുസ്ലിം ജീവിതത്തിലുള്ള അപ്രമാദിത്വത്തെ അദ്ദേഹം അംഗീകരിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതേ ഒരു ആശയത്തിൽ തന്നെ മൗലാന മൗദൂദി തിയോക്രസി എന്നുള്ളത് ഇസ്ലാമിലില്ല, ലാ റുഹ്ബാനിയത ഫിൽ ഇസ്ലാം എന്നുള്ള ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുകയും അതേസമയം തന്നെ ഇസ്ലാമിൻ്റെ ഒരു കൺസെപ്റ്റ് അത് തിയോക്രസി അല്ല, അതൊരു കുറച്ച് മതപുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ വഹിക്കപ്പെടുന്ന പാപ്പൽ അതോറിറ്റിയെ പോലുള്ള ഭരണ സംവിധാനമല്ല. അതിന് പകരം ഒരു പോപ്പുലർ സോവേണിറ്റിയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ആ പോപ്പുലർ സോവേണിറ്റിക്ക് ജനകീയമായ ഒരു അധികാര കേന്ദ്രീകൃത വ്യവസ്ഥയാണ്. ആ ജനകീയമായ അധികാര വ്യവസ്ഥയ്ക്ക് അള്ളാഹുവിൻ്റെ മേൽനോട്ടം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഖിലാഫത്ത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥ എന്ന് അല്ലാമ മൗദൂദി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് അദ്ദേഹം കൊടുത്ത ഈ സുപ്രീം അതോറിറ്റി ഓഫ് അള്ളാഹ് ആൻഡ് സോവേണിറ്റി ഓഫ് പീപ്പിൾ, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് തിയോ ഡെമോക്രസി എന്നുള്ള ആശയം
മൗലാന മൗദൂദിയും മുന്നോട്ട് വെക്കുന്നത്. സ്വാഭാവികമായും ഡെമോക്രസിയെ, സെക്കുലറിസത്തെ, നാഷണലിസത്തെയും വളരെ ശക്തമായി തന്നെ, വളരെ തീവ്രമായി മൗലാന മൗദൂദി വിമർശിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഡെമോക്രസി എന്നത് ഒരു മെജോറിറ്റേറിയൻ സംവിധാനമാണ്. അതിലൂടെ ഉണ്ടാവുന്നത് മെജോറിറ്റിയുടെ തീരുമാനങ്ങൾ മാത്രമാണ്. അതിൽ പിന്നീട് പീഡിപ്പിക്കപ്പെടുന്നത് മൈനോറിറ്റി തന്നെയാവും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ നാഷണൽ സ്ട്രഗിളിന്റെ ഭാഗം എന്ന നിലയിൽ മൗലാന മൗദൂദിയും ആന്റി കൊളോണിയലിസവും അതുപോലെ തന്നെ ആന്റി ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിന്റെയും അടിസ്ഥാനത്തിൽ നിരവധി രചനകൾ നടത്തുന്നുണ്ട്. ജമിയത്തിന്റെ എഴുത്തുകളിലൂടെയും അതുപോലെ തന്നെ തർജുമാനുൽ ഖുർആനിലൂടെയും അദ്ദേഹം നടത്തിയ ആർട്ടിക്കിളുകൾ പിന്നീട് ബുക്കുകളായി 3 വോളിയംസായി പബ്ലിഷ് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മകഷ്, മുസ്ലിങ്ങളും സമകാലിക രാഷ്ട്രീയ വടംവലികളും എന്നുള്ള അർത്ഥത്തിലും, അതുപോലെ തന്നെ മസ്അലെ ഖൗമിയത്ത്, ദ ക്വസ്റ്റ്യൻ ഓഫ് നാഷണലിസം എന്ന രീതിയിലുമെല്ലാം പിന്നീട് അത് പിന്നീട് അത് ബുക്കായി മാറിയതും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 1921 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മൗലാന മൗദൂദിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ തഹരീക്കെ ഹിജറ, അന്നത്തെ കോൺഗ്രസ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് ഹിജറ പോവേണ്ടത് അനിവാര്യമാണെന്നും ഇന്ത്യ ദാറുൽ ഹർബായി മാറിയിരിക്കുന്നെന്നുള്ള സാഹചര്യത്തിൽ 20കളിൽ നോർത്ത് ഇന്ത്യയിൽ ഹിജറ മൂവ്മെന്റ് ഉണ്ടാവുന്നതും അതേ 20കളിൽ കേരളം കേന്ദ്രീകരിച്ചിട്ടുള്ള ഖിലാഫത്ത് മൂവ്മെന്റ് ശക്തമാവുന്നതുമെല്ലാം ഈ 2 വിഷയത്തിലും ശക്തമായി ഇടപെട്ട ആളും കൂടിയാണ് മൗലാന മൗദൂദി. ഹിജറ മൂവ്മെന്റിൽ ഭാഗമായിരുന്നു. ആ ചിന്തയെ അദ്ദേഹം ആ ഒരു ചെറുപ്പകാലത്ത് സ്വീകരിക്കുന്നതായി കാണുവാൻ കഴിയും. അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുന്നതായി കാണുവാൻ കഴിയും. 1921 ഖിലാഫത്ത് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ തർജുമാൻ ഖുർആനിൽ എഴുതിയ ഈ ജമിയത്തിലുമൊക്കെ എഴുതിയ ആർട്ടിക്കിളുകൾ പിന്നീട് മലയാളത്തിലേക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടതും നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ മുസ്ലിം ചലനങ്ങളെ, ഒരു സാമ്രാജ്യത്വ വിരുദ്ധ, ഒരു അധിനിവേശ വിരുദ്ധ ചലനങ്ങളെയും ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളുമായിട്ടുള്ള എല്ലാ ചലനങ്ങൾക്കും ഒപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടും മൗലാന മൗദൂദിയുടെ ചിന്തകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിലാണ് 1926 സ്വാമി ശ്രദ്ധാനന്ദ് എന്ന് പറയുന്ന ഒരു സന്യാസി ഒരു കമ്മ്യൂണൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊല ചെയ്യപ്പെടുകയും ആ ഒരു സമയം ജിഹാദിനെ കുറിച്ചിട്ടുള്ള ശക്തമായ തെറ്റിദ്ധാരണകൾ മുസ്ലിം ലോകത്ത് പരക്കുകയും മുസ്ലിം ദേശീയ നേതാക്കൾ ജിഹാദിനെ കുറിച്ചുള്ള ഒരു രചനയുടെ ആവശ്യത്തെക്കുറിച്ച് പറയുകയും അങ്ങനെ മൗലാന മൗദൂദി 1929 അദ്ദേഹത്തിന്റെ പത്രത്തിൽ ഖണ്ഡശയാട്ട് എഴുതുകയും പിന്നീട് ഈ ബുക്ക് അത് അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്നത് ജിഹാദിനെ കുറിച്ചിട്ടുള്ള ഒരു മറുപടി എന്നതിൻ്റെ അപ്പുറം അത് ഇസ്ലാം എന്താണ്, ഇസ്ലാമിൻ്റെ ഒരു ഹിസ്റ്റോറിസിറ്റി എന്താണ്, ഇസ്ലാമിൻ്റെ ഒരു പോരാട്ട മുഖം എന്താണ്, അത് ഏത് സാഹചര്യത്തിലാണ് അധികാരത്തിൻ്റെ ഉപയോഗം, ആയുധത്തിൻ്റെ ഉപയോഗം, ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഉപയോഗം, പവറിന്റെ ഉപയോഗം എന്നെല്ലാം അദ്ദേഹം ചരിത്രപരമായി തന്നെ വിശദീകരിക്കുകയും ഒരു ഇസ്ലാമിക ഭരണ സംവിധാനത്തെ കുറിച്ചിട്ടുള്ള ചെറുപ്പക്കാരനായിരുന്ന മൗലാന മൗദൂദിയുടെ ചിന്തകൾ ആ രചനയിൽ കൂടി പുറത്തു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അല്ലാമ ഇഖ്ബാലിനെ പോലുള്ള പ്രമുഖരായ അല്ലാമ മുഹമ്മദ് അലി അതുപോലെ തന്നെ അല്ലാമ ഇഖ്ബാലിനെ പോലുള്ള പ്രമുഖരായ പണ്ഡിതന്മാരെല്ലാം മൗലാന മൗദൂദിയുടെ അൽ ജിഹാദ് ഫിൽ ഇസ്ലാം എന്ന രചനയുടെ പ്രാധാന്യത്തെ എടുത്തു പറയുകയും കൂടുതൽ ആൾക്കാരിൽ അത് വായിക്കേണ്ടതാണ് എന്ന് ഈ പണ്ഡിതന്മാർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് 1932 കാലങ്ങളിൽ മൗലാന മൗദൂദിയുടെ ഒരു മുസ്ലിം റീവൈവലിനെ കുറിച്ചിട്ടുള്ള സംസാരങ്ങൾ ശക്തമാവുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മുസ്ലിം സൊസൈറ്റി അതെങ്ങനെയാണ്, അത് ഒരു സമൂഹത്തിലുള്ള തജ്ദീദ് ഉണ്ടാവേണ്ടത്, ഒരു റിഫോം രൂപപ്പെടേണ്ടത് എങ്ങനെയാണ്, നവോത്ഥാനത്തിന്റെ ആവശ്യകത എന്നാണ് എന്നൊക്കെ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ രചനകൾ ഈ ഒരു കാലഘട്ടത്തിൽ 30കളിൽ അദ്ദേഹം കൂടുതൽ ശക്തമായി എഴുതുന്നുണ്ട്. 1937 മുതൽ 41 വരെയുള്ള കാലഘട്ടത്തിലെല്ലാം തർജുമാനുൽ ഖുർആൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുസൽമാൻ ഓർ മൗജൂദ സിയാസി കശ്മകഷ്, മസ്അലെ ഖൗമിയ പോലുള്ള വിഷയങ്ങളെല്ലാം ഒരു സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങൾ, മുസ്ലിം സൊസൈറ്റി നേരിടുന്ന സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിലാണ് നാഷണലിസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മുസ്ലിം സൊസൈറ്റിയിൽ കൂടുതൽ ശക്തമാവുന്നത്. പ്രത്യേകിച്ച് ലീഗ് പോലുള്ള അല്ലെങ്കിൽ
അല്ലാമ ഇക്ബാലിന്റെ ചിന്തകളെല്ലാം ഒരു മുസ്ലിം നാഷണലിസത്തെ മുന്നോട്ട് വെക്കുന്നതായി അദ്ദേഹം കാണുകയും മുസ്ലിം നാഷണലിസം തന്നെ അത് യഥാർത്ഥത്തിൽ അതൊരു കൊളോണിയലിസത്തിന്റെ മറുപുറം എന്ന രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കാരണം നാഷണലിസം തന്നെ വെസ്റ്റേൺ പ്രൊഡക്റ്റായി മാറുമ്പോൾ, ഒരു കൊളോണിയൽ മോഡേണിറ്റിയുടെ പ്രൊഡക്റ്റായി മാറുമ്പോൾ, അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മറ്റൊരു നാഷണലിസം നമ്മൾ തന്നെ രൂപീകരിക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായും ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുകയും മുസ്ലിങ്ങളുടെ ഓട്ടോണമി ഇല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രൂപപ്പെടുക എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നാഷണലിസത്തിൽ കൂടി മുസ്ലിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ചിന്തയിൽ തന്നെ പാർട്ടിഷനെയും ഇന്ത്യൻ വിഭജനത്തെയും അദ്ദേഹം എതിർക്കുന്നുണ്ട്. കാരണം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി മാറുമ്പോൾ അവർക്കുണ്ടാവുന്ന ട്രാജഡി തിയറിറ്റിക്കലായും അതുപോലെ തന്നെ പ്രാക്ടിക്കലായും അദ്ദേഹം ആ ചിന്ത ആ ഒരു കാലഘട്ടത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. 1937 കാലഘട്ടത്തിൽ അന്നത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളായ മൗലാന ഹുസൈൻ അഹമ്മദ് മദനി അദ്ദേഹം ഒരു കോമ്പോസൈറ്റ് ഒരു നാഷണലിസത്തെ കുറിച്ച് എല്ലാ മനുഷ്യന്മാരും ഇന്ത്യയിൽ അന്ന് ഭാരതത്തിൽ ഇന്ത്യൻ സബ് കോണിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഒരുപോലെയാണ്, നമുക്കിടയിലുള്ള ജാതി വർണ്ണ ഭാഷ വ്യത്യാസങ്ങളൊന്നും പാടില്ല, ഒന്നിച്ചു വേണമെന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് നാഷണലിസം മുന്നോട്ട് വെച്ചപ്പോൾ മൗലാന മൗദൂദി അടക്കമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് മൗലാന മൗദൂദി ശക്തമായ ഭാഷയിൽ ഇതിനെ വിമർശിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം ഈ കോമ്പോസിറ്റ് നാഷണലിസം യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള സെക്കുലറിസ്റ്റ് വായനയാണ്. സെക്കുലറിസ്റ്റ് എന്ന് പറയുന്നത് ലാദീനിയാണ്, അതൊരു വെസ്റ്റേൺ പ്രൊഡക്റ്റ് ആണ്. അതിനെ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ പോകുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് എന്ന്. കാരണം ഒരു ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ ഒരു വർണ്ണത്തെ, ഒരു മാനത്തെ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ത്യൻ സെക്കുലറിസം എന്നത് പറയുന്നത് ഒരു മെജോറിറ്റേറിയൻ സെക്കുലറിസമാണ്. ഇന്ത്യൻ ഡെമോക്രസി എന്നതും ഒരു മെജോറിറ്റേറിയൻ ഡെമോക്രസിയാണ്. അത് ആരാണോ മെജോറിറ്റി ഉള്ളത് അവരുടെ കയ്യിലുള്ള ഒരു പാവയായി, ടൂളായി ഡെമോക്രസിയും സെക്കുലറിസവുമായി മാറും. ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഹിന്ദുത്വ ദേശീയ നേതാക്കന്മാർ നിറഞ്ഞിരിക്കുന്ന കോൺഗ്രസ് ലീഡർഷിപ്പിൽ സ്വാഭാവികമായും ഉണ്ടാവുന്ന സെക്കുലറിസത്തിലൂടെ സംഭവിക്കുന്നത് ഇന്ത്യയിലുള്ള മൈനോറിറ്റികൾക്ക്, മുസ്ലിം അടക്കമുള്ള മൈനോറിറ്റികൾക്കും പീഡിത വർഗങ്ങൾക്കുമെല്ലാം കൂടുതൽ ഭയാനകമായ സാഹചര്യമാണ് രൂപപ്പെടാൻ പോകുന്നത് എന്ന് അദ്ദേഹം അന്ന് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആ ചിന്തകൾ ഒരു പ്രവചന രീതികൾ എന്ന പോലെ പിൽക്കാലത്ത് പുലർന്നതും നമുക്ക് ഇന്ന് ഇരിക്കുമ്പോൾ വായിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ദാറുസലാമിന്റെ ചർച്ചയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവിടെ ഒരു മുസ്ലിം സൊസൈറ്റിയിൽ രൂപപ്പെടേണ്ട തജ്ദീദിനെ കുറിച്ചും ഇജ്തിഹാദിനെ കുറിച്ചും അല്ലാമ ഇഖ്ബാൽ നിർദ്ദേശിച്ച അതുപോലെ തന്നെ അല്ലാമ ഇഖ്ബാലിന്റെ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ബാക്കപ്പ് ഉള്ള ഒരു ഇന്റലക്ച്വൽ ഒരു ഫിലോസഫർ പോയറ്റ് എന്ന രീതിയിലുള്ള സംസാരിക്കുമ്പോൾ മൗലാന മൗദൂദി സെൽഫ് എഡ്യൂക്കേറ്റഡ് ആയ, എന്നാൽ തന്നെ വിവിധ അധ്യാപകരിൽ തന്നെയും സ്വതന്ത്രമായി തന്നെ പഠിച്ചു വളർന്ന ഒരാളെന്ന നിലയിലും ഒരു ഇസ്ലാമിക പണ്ഡിതനും പൊളിറ്റിക്കൽ ഫിലോസഫറും ഐഡിയോലോഗും എന്ന നിലയിൽ തന്നെയും തജ്ദീദിന്റെ ഒരു ഇസ്ലാമിക മാനത്തെ കൂടുതൽ ഉറപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ മുസ്ലിം സൊസൈറ്റിയിൽ ഇസ്ലാഹിനെ കുറിച്ചും വ്യക്തി, സമൂഹം, രാഷ്ട്രം, കുടുംബം, സമൂഹം, രാഷ്ട്രം എന്ന് പറയുന്ന ബോട്ടം അപ്പ് തിയറി അദ്ദേഹം ഇന്ത്യയിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. 1938 കാലങ്ങളിലെല്ലാം നെഹ്റുവിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വ്യത്യസ്ത ദേശീയ നേതാക്കളെയൊക്കെ ശക്തമായി വിമർശിക്കുന്നത് കാണുവാൻ കഴിയും. നെഹ്റു ഒക്കെയും ഇവിടെ ഉണ്ടാവുന്ന നാഷണലിസ്റ്റ് ഡെമോക്രസിയെല്ലാം വാഗ്ദാനം ചെയ്യുന്ന 38-ലെ അവരുടെയൊക്കെ വാഗ്ദാനത്തെ മൗലാന മൗദൂദി ശക്തമായി പറയുന്നത് അതൊക്കെയും മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ശക്തമായ ഭീഷണി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ തരത്തിലുള്ള നാഷണലിസ്റ്റ് ഡെമോക്രസി അത് പിൽക്കാലത്ത് ഉണ്ടാക്കിയത് എന്ത് എന്ന് ഇന്നിരുന്ന് വായിക്കുമ്പോഴാണ് മൗലാന മൗദൂദിയുടെ എത്ര ദീർഘവീക്ഷണത്തിലുള്ള ചിന്തകളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അല്ലാമ ഇക്ബാലിനെ പോലെ തന്നെ റിയാസത്ത് ദർദ് റിയാസത്ത്, ഒരു സ്റ്റേറ്റ് വിത്തിൻ സ്റ്റേറ്റ് എന്ന രീതിയിൽ മുസ്ലിങ്ങൾക്കും ഒരു ഓട്ടോണമിയെ കുറിച്ചുള്ള ചിന്തകൾ മൗലാന മൗദൂദിയും ആ ഒരു കാലത്ത് മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ
വിഭജനാനന്തരം പാകിസ്ഥാനിലേക്ക് പോവേണ്ടി വന്നതും അദ്ദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന പഞ്ചാബിലെ ഗുരുദാസ്പൂരിൽ അവിടെ വയലൻസ് പൊട്ടിപ്പുറപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാൽ പിന്നീട് ലാഹോറിലേക്ക് അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്യുന്നതോടുകൂടി അങ്ങനെ അദ്ദേഹം പാകിസ്ഥാനിൽ എത്തിച്ചേരുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1941 ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണം ഈ ഡിവിഷന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മൂവും കൂടിയായിരുന്നു. കാരണം അദ്ദേഹം കാണുന്നത് ഇസ്ലാമിന്റെ ഒരു വായനയെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഈ വ്യക്തി കുടുംബ സമൂഹ രാഷ്ട്രം എന്നുള്ള ഒരു ബോട്ടം അപ്പ് തിയറിക്കൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒരു സമൂഹത്തിന്റെ പൂർണ്ണമായ റെവല്യൂഷനും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു റീകൺസ്ട്രക്ഷനും അല്ലാമ ഇഖ്ബാൽ പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന്റെ ഒരു റീകൺസ്ട്രക്ഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു മൂവ്മെന്റിന്റെ ആവശ്യകത അദ്ദേഹം പറയുന്നു. ഒരു മൂവ്മെന്റ് ഒരു വിഭാഗം ഒരു കൂട്ടം ആൾക്കാരുടെ മൂവ്മെന്റ് ആവും. സ്വാഭാവികമായും ആ മൂവ്മെന്റിലെ ഉള്ളിലുള്ള പ്രവർത്തകരുടെ ഒരു റീകൺസ്ട്രക്ഷൻ നടക്കേണ്ടതുണ്ട്. ഈ മൂവ്മെന്റ് പിന്നീട് പുറത്തുള്ളവരെ മുസ്ലിം സൊസൈറ്റിയിലുള്ളവരുടെ റീകൺസ്ട്രക്ഷനിസം പണിയെടുക്കുന്നു. അതിന്റെ കൂടെ തന്നെ അവർ സൊസൈറ്റിയിലെ ദഅവത്ത് നടത്തുന്നു. അങ്ങനെ ഇസ്ലാഹ് ദഅവത്ത് എന്നീ രണ്ട് അടിസ്ഥാന ഇസ്ലാമിക സംജ്ഞകൾ ഈ പ്രസ്ഥാനം ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശം എന്ന നിലയിൽ വിശദീകരിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഈ ചിന്തകളെല്ലാം കറസ്പോണ്ടൻസ് വിത്ത് മൗലാന മൗദൂദി ആൻഡ് മറിയം ജമീല എന്നുള്ള രചനയിൽ മറിയം ജമീലയ്ക്കുള്ള മറുപടിയായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണ പശ്ചാത്തലവും അതിന്റെ വിശദീകരണവും അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ എത്തിയതിനു ശേഷമുള്ള മൗലാന മൗദൂദി നേരത്തെ നാഷണലിസത്തെ ഒരു ടെറിട്ടറി കേന്ദ്രീകൃതമായ നാഷണലിസത്തെ ശക്തമായി വിമർശിച്ച മൗലാന മൗദൂദി സ്വാഭാവികമായും പാകിസ്ഥാനിലെത്തുകയും മുസ്ലിം കേന്ദ്രീകൃതമായ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഉള്ളതുകൊണ്ട് ആ സാഹചര്യത്തെ കൂടുതൽ ഒരു ഇസ്ലാമിക വളർച്ചയിലേക്കും സാമൂഹിക വളർച്ചയിലേക്കും കൂടുതൽ ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ അദ്ദേഹം പണിയെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ തന്നെയാണ് അദ്ദേഹം പിന്നീട് അവിടെ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നുള്ള തരത്തിലേക്ക് മാറ്റുന്നതിലും ഭരണഘടനാ പരിഷ്കാര കാര്യങ്ങളിലും മുസ്ലിം സൊസൈറ്റിയിൽ തന്നെ ഉണ്ടായ ബ്രിട്ടീഷുകാരുടെ തന്നെ ബൈ പ്രൊഡക്റ്റായ ഖാദിയാനികൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളും പിന്നീട് അവിടുത്തെ നടക്കുന്ന സാമൂഹിക രാഷ്ട്രീയ ഭരണഘടനാ വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിന്റെ പ്രക്ഷോഭങ്ങളുമെല്ലാം ഒരു മുസ്ലിം സൊസൈറ്റിയെ കൂടുതൽ റോൾ മോഡൽ ആക്കുന്ന ഒരു സൊസൈറ്റിയിലേക്ക് മാറ്റുക എന്നുള്ള ആശയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ഈ മോഡൽ സൊസൈറ്റി ആക്കുക എന്നുള്ളതും അല്ലാമ ഇഖ്ബാലിന്റെ ചിന്തകളിലും നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഒരു സാമൂഹിക പരിവർത്തനത്തിൽ വ്യക്തി പരിവർത്തനം ദേശപരിവർത്തനം എന്നുള്ള കാര്യങ്ങളെല്ലാം അല്ലാമ ഇഖ്ബാലും മൗലാന മൗദൂദിയും തമ്മിലുള്ള ഒരുപാട് സാദൃശ്യങ്ങൾ നമുക്ക് ഇവരുടെ ചിന്തകളിൽ കാണുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. മറിയം ജമീല തന്നെ അല്ലാമ ഇഖ്ബാലിന്റെ ചിന്തകളിലെ പ്രശ്നങ്ങൾ ചോദിച്ചുകൊണ്ട് അല്ലാമ മൗദൂദിക്ക് കത്തുകൾ അയക്കുന്നുണ്ട്. അതായത് ശക്തമായ യൂണിവേഴ്സലിസ്റ്റ് ചിന്ത മുന്നോട്ട് വെച്ച രണ്ടാം ഘട്ടത്തിൽ പോലും ഇസ്ലാമിക ലോകത്തിന്റെ ആഗോള വേദനകളെ പങ്കിട്ട അത് കവിതകൾ ജവാബ് ഷിക്കുകളായിട്ടും കൊർദോബ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിരവധി കവിതകൾ എഴുതിയ ഒരു നാഷണലിസ്റ്റിക് ഫീലിൽ നിന്ന് വിടുതി നേടിയ ഒരു പണ്ഡിതൻ പിന്നീട് എങ്ങനെയാണ് ഒരു മുസ്ലിം ദേശീയതയെക്കുറിച്ച് മുസ്ലിം നാഷണലിസത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അത് എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു തലത്തിലേക്ക് എത്തിയത് എന്ന് മൗലാന മൗദൂദിയോട് മറിയം ജമീല ചോദിക്കുന്നത് കാണുവാൻ കഴിയും. സ്വാഭാവികമായും അതിന് മറുപടി എന്ന നിലയിൽ മൗലാന മൗദൂദി പറയുന്നത് അദ്ദേഹത്തിന്റെ കത്തുകളിൽ നമുക്ക് ഈ വിഷയം വളരെ വിശാലമായി പറയുന്നുണ്ട്. അല്ലാമ ഇഖ്ബാൽ സ്വാഭാവികമായും പാശ്ചാത്യ ചിന്തകളെ വിമർശിച്ചിട്ടുണ്ട്. ഇസ്ലാമിന് വേണ്ടി അദ്ദേഹത്തിന്റെ കവിതകളിലൂടെ നിരവധി കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും മറിയം ജമീല തന്നെ പരാമർശിച്ച പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അല്ലാമ ഇഖ്ബാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ് മൗദൂദി സാഹിബ് പറയുന്നത്. അതിന് ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നത്,
ഒന്നാമതായി അല്ലാമ ഇഖ്ബാലിന്റെ ജീവിതത്തിൽ നിരവധി മെന്റൽ എവല്യൂഷനിലൂടെ ഡിഫറൻ്റ് ആയ മെന്റൽ എവല്യൂഷന്റെ സ്റ്റേജുകളിൽ കൂടി കടന്നു പോയ ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അവസാന കാലത്തിന്റെ ചില വർഷങ്ങളിലാണ്, ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ചിന്തകൾ കൂടുതൽ മൂർത്തമായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഈ വിവിധ ഘട്ടങ്ങളിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ കാലികമായ രാഷ്ട്രീയ മാറ്റങ്ങളോട് ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നിരവധി ഐഡിയകളും നിരവധി സ്വാധീനങ്ങളിൽ നിന്നും മിക്സായും കൂടിയാണ് ഇസ്ലാമിക ചിന്തകളും കാലികമായ ഈ മോഡേണിറ്റി അതുപോലെ തന്നെ നാഷണലിസം ചിന്തകളുമായി മിക്സ് ആയതാണെന്നത് മൗലാന മൗദൂദി അല്ലാമ ഇഖ്ബാലിനെ കുറിച്ച് പറയുന്നു. രണ്ടാമത് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ മുസ്ലിം നാഷണലിസം അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങളുമായി ചേർത്തിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഉദാഹരണം തുർക്കിയും പാകിസ്ഥാനും, അന്നത്തെ നോർത്ത് ഇന്ത്യൻ പാകിസ്ഥാൻ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത ഈ ഒട്ടോമൻ എംപയറിന്റെ തകർച്ചയും അതിനുശേഷം വന്ന ഖിലാഫത്ത് മൂവ്മെന്റ്, ആ വേദന, ബ്രിട്ടീഷ് വിരുദ്ധ സമീപനം ഈ ലോകത്തൊക്കെ മുസ്ലിം കേന്ദ്രീകൃത ലോകത്തൊക്കെയും കേരളത്തിലെ മലബാർ പോലെ തന്നെ ശക്തമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുമാത്രമല്ല പിന്നീട് കമാൽ പാഷ ഉയർന്നു വരികയും ഖിലാഫത്ത് തകരുന്നതിന് മുമ്പ് തന്നെ കമാൽ പാഷ അവരുടെ ഗാസി അൽ ഇസ്ലാമായി മിലിറ്ററി കമാൻഡറായി ഉയർന്നു വരികയും കമാൽ പാഷയുടെ പ്രവർത്തനങ്ങളിലൊക്കെ അന്നത്തെ പല മുസ്ലിം നേതൃത്വങ്ങളും ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെയും കമാൽ പാഷയുടെ വരവിനെയും അദ്ദേഹത്തിന്റെ ഒരു വീരപരിവേഷമൊക്കെ അല്ലാമ ഇഖ്ബാൽ അടക്കമുള്ളവർ സ്വീകരിച്ചതായും നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ അല്ലാമ ഇഖ്ബാൽ ഈ ആദ്യകാലങ്ങളിൽ കമാൽ പാഷയുമുള്ള അടക്കമുള്ള ആൾക്കാരെ ശക്തമായി അനുമോദിക്കുകയും ചെയ്യുന്ന അതേ അല്ലാമ ഇഖ്ബാൽ തന്നെ 1930 കഴിയുന്നതോടുകൂടി അതിലൊക്കെയും മാപ്പ് പറയുകയും കമാൽ പാഷ അടക്കമുള്ള ആൾക്കാരുടെ ഈ നവോത്ഥാന റിഫോം ശ്രമങ്ങളെ, ഈ യൂറോപ്യൻ സെൻട്രിക്കായ റിഫോമുകളെ ശക്തമായി വിമർശിക്കുന്നതും കാണുവാൻ കഴിയും എന്ന് അല്ലാമ മൗദൂദി അല്ലാമ ഇഖ്ബാലിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു തരത്തിൽ വിവിധ ചിന്തകൾ അല്ലാമ ഇഖ്ബാലിന്റെ ചിന്തകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മറിയം ജമീലയ്ക്കുള്ള മറുപടിയായിട്ട് അല്ലാമ മൗദൂദി പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവരുടെ ചിന്തകളിലുള്ള ഒരു ഐക്യവും ഒരു ഏകതയും അതുപോലെ തന്നെ സിമിലാരിറ്റിയും അതുപോലെ ഡിഫറൻസസും എന്ന് നമുക്ക് ചുരുക്കി പറയാവുന്നതാണ്. മൗലാന മൗദൂദി പിന്നീട് അദ്ദേഹത്തിന്റെ പാകിസ്ഥാനിലെത്തുമ്പോൾ സ്റ്റേറ്റ് സെൻട്രിക് തിയറികളായി മാറുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ബോട്ടം അപ്പ് തിയറി മുന്നോട്ട് വെക്കുന്നു. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം സ്വാഭാവികമായും മൗലാന മൗദൂദി എന്ന് കേൾക്കുമ്പോൾ ഇസ്ലാമിസം എന്നോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നോ അടങ്ങുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ വായന എന്നോ, അല്ലെങ്കിൽ ഐഡിയലോഗ് ഓഫ് ഇസ്ലാമിസം എന്നൊക്കെ തരത്തിലുള്ള പദപ്രങ്ങൾ, അല്ലെങ്കിൽ ഫണ്ടമെന്റലിസം, എക്സ്ട്രീമിസം, റാഡിക്കലിസം എന്നുള്ള പദങ്ങളിലെല്ലാം ഒരു ഉപജ്ഞാതാവായി അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ മൈൻഡായി മൗലാന മൗദൂദിയെ പരാമർശിക്കുമ്പോൾ മൗലാന മൗദൂദിയുടെ ചിന്തകളിലൂടെ അതിലെ ഒരു വിശാലത മനസ്സിലാക്കാതെ പോകുന്നു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫിയിലെ ബോട്ടം അപ്പ് തിയറി, ഒരു സമൂഹ പരിവർത്തനത്തെക്കുറിച്ചുള്ള ചിന്ത ചർച്ച ചെയ്യാതെ പോകുന്നു. സ്റ്റേറ്റ് സെൻട്രിക്കായ വർത്തമാനം മാത്രം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അല്ലാമ ഇഖ്ബാൽ എന്ന ഒരു അല്ലാമ മൗദൂദി എന്ന് പറയുന്ന ഒരു മുഫസ്സിറിനെ സംസാരിക്കാതെ പോകുന്നു. അല്ലാമ മൗദൂദി എന്ന് പറയുന്ന ഒരു മുഹദ്ദിസിനെ കുറിച്ച് സംസാരിക്കാതെ പോകുന്നു. ഒരു ഫിലോസഫറിനെ കുറിച്ച് സംസാരിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ ഒരു ചരിത്രകാരൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ കുറിച്ച് സംസാരിക്കാതെ പോകുന്നു. ഒരു കമ്പാരിറ്റീവ് റിലീജിയസ് സ്റ്റഡീസിലെ ഒരു അഗ്രഗണ്യനായ ഒരു പണ്ഡിതൻ എന്ന നിലയിൽ യഹൂദ മതത്തെക്കുറിച്ചും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കാതെ പോകുന്നു. ഇൽമുൽ കലാമുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ തസവുഫുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പരിഗണിക്കാതെ പോകുന്നു. അങ്ങനെ ഈ ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഒരു ഹനഫി മദ്ഹബിന്റെ പണ്ഡിതനായിരിക്കെ തന്നെ ഒരു മുജ്തഹിദ് എന്ന രീതിയിൽ ഫിഖ്ഹിനോടുള്ള അദ്ദേഹത്തിന്റെ രീതികളും അദ്ദേഹത്തിന്റെ ഫത്വകളും അദ്ദേഹത്തിന്റെ ചോദ്യോത്തരങ്ങളൊന്നും ചർച്ച ചെയ്യാതെ പോകുന്നു. അങ്ങനെ മൗലാന മൗദൂദി ഒരു രാഷ്ട്രീയ നേതൃത്വം, ഒരു ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്ഥാപകൻ എന്ന നിലയിലേക്ക് മാത്രം വായിക്കുമ്പോൾ അത് മൗലാന മൗദൂദിയെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായി മാത്രം ഒതുക്കുന്നത് അദ്ദേഹത്തിന്റെ ചിന്തകളിലെ
ഒരു നല്ല 90% ഭാഗത്തെയും മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മേഖലയിലാണ് അല്ലാമ ഇഖ്ബാലും മൗലാന മൗദൂദിയും തമ്മിൽ വേർതിരിയുന്നത്. അല്ലാമ ഇഖ്ബാലും മൗദൂദിയും തമ്മിലുള്ള ഒരു പൊളിറ്റിക്കൽ കമ്പാരിസണും ഒരു പൊളിറ്റിക്കൽ സിമിലാരിറ്റീസും, പക്ഷേ അല്ലാമ ഇഖ്ബാലിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക വൈജ്ഞാനിക വ്യവഹാരങ്ങളെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രിറ്റിസിസവും ഒരേപോലെ തന്നെ ആൻറ്റി വെസ്റ്റേൺ ക്രിറ്റിസിസം ആവുക, അതുപോലെ തന്നെ ഡെമോക്രസി, കമ്മ്യൂണിസം, സോഷ്യലിസം, മോഡേണിസം, സെക്കുലറിസം അടങ്ങുന്ന ആധുനിക എല്ലാ വിഷയങ്ങളെയും തിയറിറ്റിക്കലായി തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുക, അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാമിക് ഫൈനാൻസിനെ കുറിച്ചുള്ള എക്കണോമിക്സിനെ കുറിച്ചുള്ള ചിന്തകൾ മുന്നോട്ട് വെക്കുക, അത് ലോകത്തുള്ള വിവിധ പണ്ഡിതന്മാർ പ്രാക്ടിക്കലായി കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ എത്തുക, കമ്മ്യൂണിസ്റ്റ് ഏത്തിസ്റ്റ് ആശയങ്ങൾ മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈസ്റ്റേൺ യൂറോപ്പിലും മുസ്ലിം രാഷ്ട്രങ്ങളിലും ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ അതിഗൗരവമായി തന്നെ വിമർശന വിധേയമാക്കുക. ഇതെല്ലാം മൗലാന മൗദൂദിയുടെ ചിന്തകളിൽ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു തരത്തിലാണ് മൗലാന മൗദൂദിയും അല്ലാമ ഇഖ്ബാലും തമ്മിൽ വേർതിരിയുന്നത്. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം ലൈഫിൻ്റെ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻ, പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനുമായി ബന്ധപ്പെട്ട് ചില സിമിലാരിറ്റീസ് കാണാൻ കഴിയുമെങ്കിൽ പോലും മൗലാന മൗദൂദിയുടെ വൈജ്ഞാനിക വ്യവഹാരം അല്ലാമ ഇഖ്ബാലിൽ നിന്ന് ബഹുദൂരം മുമ്പിലാണ് അല്ലെങ്കിൽ വിശാലമാണ് എന്ന് ചേർത്ത് പറയേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.